RSSന്റെ പിന്തുണയോടുകൂടി കേരള നിയമസഭയിൽ ജയിച്ചു വന്ന ആളല്ല അദ്ദേഹം. 1977 കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. എന്നിട്ടാണ് ഈ പറയുന്നത്. പിന്നെ 77 മാത്രമല്ല, 89 RSSുമായിട്ടും BJPയുമായിട്ടും പരസ്യമായ ബന്ധം CPMനുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ 1-ാം നമ്പർ കാർ മാറി വേഷം മാറി വന്ന് RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ, നിങ്ങൾ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലെന്ന്. മറുപടി പറഞ്ഞില്ലല്ലോ. കുഞ്ഞാളിലിരുന്നത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ സീനിയർ RSS നേതാവ് ബാലശങ്കർ പറഞ്ഞില്ലേ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMും RSSുമായിട്ട് ഒരു ബാന്ധവം ഉണ്ടായിരുന്നുവെന്ന്. പിന്നെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ എഴുതിയ P. പരമേശ്വരൻ എഴുതിയ വിവേകാനന്ദന്റെ ഒരു പുസ്തകം ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തെന്നാണ്. അത് എന്നെക്കുറിച്ചല്ല പറഞ്ഞത്. സുഖമില്ലാതെ കിടക്കുന്ന അച്യുതാനന്ദനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. VS അച്യുതാനന്ദനാണത് തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്തത്. തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന MB വീരേന്ദ്രകുമാർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂരിൽ അത് റിലീസ് ചെയ്യണം. കാരണം ഞങ്ങളൊരു വിമാനയാത്രയിൽ വിവേകാനന്ദനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്, ഞാനും വീരേന്ദ്രകുമാർ സാറും തമ്മിൽ. അപ്പൊ സാറാണ് പറഞ്ഞത് താൻ വന്ന് ചെയ്യണം. ഞാൻ അവിടെ പറഞ്ഞത് വിവേകാനന്ദ പറഞ്ഞ ഹിന്ദുത്വയും ഈ ഇടതുപക്ഷത്തിന്റെ ഹിന്ദുത്വയും തമ്മിൽ രണ്ടാണെന്ന് അവിടുത്തെ പ്രസംഗിച്ചത്. സോൺ റെക്കോർഡ് ആ പ്രസംഗമുണ്ട്. VS അച്യുതാനന്ദൻ ചെയ്ത അതേ പുസ്തകമാണ് ഞാൻ റിലീസ് ചെയ്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവര് ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാനൊരു RSSന്റെ ഗണേശോത്സവം എറണാകുളത്ത് അമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അത് RSS ഒന്നും സംഘടിപ്പിച്ചതല്ല. എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ക്ഷേമസമിതിയും ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവിടുത്തെ MP MLAയും പങ്കെടുത്ത പരിപാടിയാണ്. സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത്. ഈ CPM വന്നിട്ട് ക്യാപ്സൂളായിട്ട് ഇറക്കി വിട്ട് അവർ മറന്നുപോയി. ഇതേ ഗണേശോത്സവം 2018 ഉദ്ഘാടനം ചെയ്തത് LDFന്റെ CPMന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ തലയിലൊന്നും ആ സംഘിപ്പട്ടം കെട്ടണ്ട. അത് തലയിൽ കെട്ടി ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. സംഘിപ്പട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം. കാഫിർ വിവാദം, ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ DGP പോയി RSS ജനറൽ സെക്രട്ടറിയെയും രാംമാധവനെയും കണ്ടത്, തൃശൂർ പൂരം കലക്കിയത്, ഇത് മുഴുവൻ ഇവരുടെ കപട മതേതരത്വം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്യൂഡോ സെക്കുലറിസത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. പരിഹാസനായിട്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആ മീറ്റിംഗിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. ഒരു ഉത്തരവും പറയാതെ RSS പറയണ്ട. ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം CPMനും പിണറായി വിജയനും RSSുമായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കുമെന്നുള്ള പരസ്യമായ മെസ്സേജ് കൊടുത്തിരിക്കുന്നു. ഗുരുതരമായ ആരോപണം അയാൾക്ക് ഉണ്ടായിട്ടും അയാളും P. ശശി ആ സ്ഥാനത്ത് തുടരുന്നു. പിന്നെ എന്ത് അന്വേഷണം, എന്ത് പ്രഹസനമാണ്? അയാളെന്ന് ചോദിച്ച് എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചത്? പ്രഹസനമല്ലേ? എന്നിട്ട് നിരപരാധിയായ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെ ഇത് മാറ്റി. എന്തൊരു റോങ് മെസ്സേജാണ് പോലീസ് സേനയ്ക്ക് കൊടുക്കുന്നത്. അവരുടെ കോൺഫിഡൻസ് തകർത്ത് കളയുന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുക, അത് വന്നോളും, പേരൊക്കെ വന്നോളും, പുറത്തു വന്നോളും. നിങ്ങളോട് കൂടി അന്വേഷിക്കുക. നിങ്ങൾ ഈ കാര്യത്തിലേക്ക് വലിയ ബിരുദന്മാരല്ലേ. അത് വരട്ടെ വരട്ടെ വരട്ടെ. ഞങ്ങളത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് അവരുടെ കൊട്ടാര വിപ്ലവത്തിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, പൊതു താല്പര്യം മാത്രമേ ഉള്ളൂ. അത് അവരുടെ ആഭ്യന്തര കാര്യം. അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഒരു ഭരണകക്ഷി MLA വന്നിട്ട് 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ പറയാം, നിങ്ങൾ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആളിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നടപടി എടുത്തില്ല, പിന്നെയും പറഞ്ഞാൽ അത് എനിക്കെതിരെ ആവില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ പറയുക. തൊടാൻ പറ്റുന്നില്ല. ഇപ്പൊ അയാളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുക. ഇന്നലെ സ്പീക്കർ പറഞ്ഞു. സ്പീക്കർ ഈ പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതല്ല. സ്പീക്കർ ഇതൊന്ന് ലൈവായി നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷെ സ്പീക്കർ പറഞ്ഞതിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിരിക്കുക. എന്താ നടക്കുന്നത് ഈ CPMലും ഇടതുമുന്നണിയിലും? സ്പീക്കറിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല. RSS ഒരു വലിയ സംഘടനയാണ്, അവരെ ബഹുമാനിക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞത്, അല്ലേ? ഇതാണ് CPMന്റെ നയം. CPI ഒരിക്കൽ കൂടി അതൃപ്തി രേഖപ്പെടുത്തുകയും ഇതൊരു 4ാമത്തെ അതൃപ്തിയാണ് അവരുടെ.
അതല്ല, അവരാലോചിക്കട്ടെ അവർക്ക് ആ മുന്നണിയിൽ എന്ത് വിലയാണത്. അവരുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തു പറയുന്നു, ആഞ്ഞടിക്കുന്നു എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, CPI ആഞ്ഞടിച്ചു.